യുഎസിലെ സതേൺ കാലിഫോർണിയയിലെ എയ്റോസ്പേസ് നിർമ്മാണശാലയിലുണ്ടായ വൻ രാസവസ്തു ചോർച്ചയെ തുടർന്ന് 40,000-ഓളം പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഗാർഡൻ ഗ്രോവ് നഗരത്തിലുള്ള GKN എയ്റോസ്പേസ് ഫാക്ടറിയിലെ കൂറ്റൻ സംഭരണിയിൽ നിന്നാണ് അതീവ അപകടകാരിയായ രാസവസ്തു ചോർന്നത്. ടാങ്ക് ഏതു സമയത്തും പൊട്ടിത്തെറിച്ചേക്കാമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പ്രദേശത്തെ സ്കൂളുകൾ അടയ്ക്കുകയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് ഫാക്ടറിയിലെ 34,000 ഗാലൻ ശേഷിയുള്ള ടാങ്കുകളിലൊന്നിൽ അമിതമായി ചൂട് അനുഭവപ്പെടുകയും മീഥൈൽ മെഥാക്രിലേറ്റ് എന്ന രാസവസ്തു വാതകരൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുവാൻ തുടങ്ങുകയും ചെയ്തത്. പ്ലാസ്റ്റിക്കുകളും വിമാനങ്ങളുടെ ഭാഗങ്ങളും നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന അതീവ തീപിടുത്ത സാധ്യതയുള്ള ദ്രാവകമാണിത്. തുടർന്ന് ടാങ്കിന്റെ വാൽവിന് കേടുപാടുകൾ സംഭവിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി. ടാങ്കിന്റെ താപനില നിയന്ത്രിക്കുവാൻ ഫയർഫോഴ്സ് അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അപകട സാധ്യത ഒഴിഞ്ഞിട്ടില്ല. ടാങ്ക് ഇപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ്. ഒന്നുകിൽ ഈ ടാങ്ക് തകർന്ന് 6,000 മുതൽ 7,000 വരെ ഗാലൻ മാരക വസ്തുക്കൾ പുറത്തേക്ക് ഒഴുകും, അല്ലെങ്കിൽ താപനില പരിധി വിട്ടുയർന്ന് ഇത് ശക്തമായി പൊട്ടിത്തെറിക്കും. ടാങ്ക് പൊട്ടിത്തെറിച്ചാൽ സമീപത്തുള്ള മറ്റ് കെമിക്കൽ ഇന്ധന ടാങ്കുകളിലേക്കും തീ പടരുമെന്ന് ഓറഞ്ച് കൗണ്ടി ഫയർ അതോറിറ്റി ഡിവിഷൻ ചീഫ് ക്രെയ്ഗ് കോവി മാധ്യമങ്ങളോട് പറഞ്ഞു. പൊട്ടിത്തെറിയേക്കാൾ ടാങ്ക് തകർന്ന് കെമിക്കൽ പുറത്തേക്ക് ഒഴുകുന്നതാണ് ഭേദമെന്നും അങ്ങനെ സംഭവിച്ചാൽ രാസവസ്തുക്കൾ കടലിലേക്കോ ഡ്രെയിനേജുകളിലേക്കോ ഒഴുകാതിരിക്കുവാൻ ഫാക്ടറിക്ക് ചുറ്റും മണൽച്ചാക്കുകൾ നിരത്തി പ്രതിരോധം തീർത്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാർഡൻ ഗ്രോവിനു പുറമെ സമീപ നഗരങ്ങളായ സൈപ്രസ്, സ്റ്റാൻഡൺ, അനാഹൈം, ബ്യൂണ പാർക്ക്, വെസ്റ്റ് മിൻസ്റ്റർ എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങളോടാണ് ഒഴിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാധിക്കപ്പെട്ട ജനങ്ങൾക്കായി 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. എന്നാൽ ഒഴിപ്പിക്കൽ പരിധിയിൽ വരുന്ന 15% ആളുകൾ വീടുകൾ വിട്ടുപോകുവാൻ തയ്യാറായിട്ടില്ലെന്ന് പോലീസ് ചീഫ് അമീർ എൽ ഫറ വ്യക്തമാക്കി. നിലവിൽ ഈ വാതകം ശ്വസിച്ചതുമൂലം ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്തരീക്ഷത്തിലെ വായുവിന്റെ ഗുണനിലവാരം നിരന്തരം പരിശോധിക്കുന്നുണ്ടെന്നും നിലവിൽ അപകടകരമായ തോതിൽ വിഷവാതകം പടർന്നിട്ടില്ലെന്നും ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. മുമ്പ് 2012-ൽ സമാനമായ രീതിയിൽ യുഎസിൽ രാസചോർച്ച ഉണ്ടായപ്പോൾ വലിയ തോതിൽ ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു.